ഓ ദിവ്യകാരുണ്യമേ, സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓ ദിവ്യകാരുണ്യ സ്നേഹം, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ ഒരു സ്വന്തം ദൈവത്തിൻ്റെ മുതൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാനെങ്ങനെ പഠിച്ചത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും ഈ സത്യസന്ധമായി സാക്ഷ്യം പറയുമ്പോൾ ചിലർക്ക് സാന്നിധ്യം കിട്ടും. ഇപ്പം സാക്ഷ്യം രണ്ട് തരമാണ്. ഉടമ്പടിയിലുള്ള സാക്ഷ്യങ്ങൾ, ഉടമ്പടി സാക്ഷ്യം എന്ന് പറയണത് കരിസ്മാറ്റിക് കൺവെൻഷനിൽ വരുന്ന സാക്ഷ്യങ്ങളല്ല. ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ മെയിൻ സംഭവം സമയത്തിൻ്റെ മേലുള്ള അധികാരവും പിന്നെ എന്താണ് സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവുമൊക്കെയാണ് ഉടമ്പടിയുടെ തനത് സാക്ഷ്യം. ഇപ്പോൾ ഒരു വ്യക്തി അമ്മയെ കണ്ടു, അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഒരു സാക്ഷ്യം പറഞ്ഞു. സുരേഷ് പത്തനംതിട്ടയിൽ നിന്ന്. അപ്പോൾ ആ സാക്ഷ്യം എന്ന് പറയുമ്പോൾ എൻ്റെ വിഷയം എന്ന് പറയണത്, എൻ്റെ മക്കൾ കൃപാസനത്തിലോട്ട് വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാറുള്ള അളിഞ്ഞ മോന്ത്യമായിട്ട് വരരുതൊരിക്കലും. ഒക്കത്തില്ലേ, ശരിയാകുക, ഇനിയും വരണ, പുതുക്കിയാലേ നടക്കത്തുള്ള, ഇങ്ങനെയൊക്കെ ഓരോ ഉടായ്പ വർത്തമാനം പറഞ്ഞുകൊണ്ട് ചില അലപലാദികൾ വരും. ഇവരെ ദൈവം ഞാൻ പറഞ്ഞ പോലെ തിരിഞ്ഞുപോലും നോക്കത്തില്ല. കാര്യം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനല്ല അവർക്ക് പ്രാധാന്യം. അവർക്ക് അവരുടെ വയറ്റിപ്പിഴപ്പിന് ഇതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ദുരുപയോഗ ക്രിസ്ത്യാനിയാണ് ഈ സാധനം. അപ്പോൾ എപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കണം. ദൈവതിരുസന്നിധിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഞ്ചായത്തിൽ വില്ലേജ് ഓഫീസിൽ കൈക്കിൽ കൊടുക്കാതെ കിട്ടുക, നമുക്ക് വലിയ പരിചയമുള്ളവരുണ്ട്, അവരെ കൊണ്ട് പറയിപ്പിക്കാവുക, ഇങ്ങനെയൊക്കെ അലപരാതി വർത്തമാനം പറഞ്ഞു നടക്കുന്ന കാര്യം കണക്കസ്തേനയില്ലേ, അതുപോലെ നിങ്ങൾ കൃപാസനത്തിൽ വന്നിട്ട് ഒരു കഥയുമില്ല. കാരണം ദൈവത്തിൻ്റെ ആൾക്കാരെ തിരിച്ചറിയാം. അതിന് ജാതിയും മതവും ഒന്നുമില്ല, അതൊരു മനസ്സാണ് ശരിക്കും. അതിപ്പോൾ ഈ സുരേഷിൻ്റെ സാക്ഷ്യം നോക്കിയാൽ മനസ്സിലാവും. സുരേഷിൻ്റെ വിഷയം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഉപ്പ് കുറ്റി ഇൻഫെക്ഷനായി, പഴുപ്പ് കയറി. ഉപ്പ് കുറ്റി പഴുപ്പ് കയറിയപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ അത് ആ പഴുത്ത സ്ഥലം, ഉന്തി നിന്ന സ്ഥലം അവർക്ക് ഓപ്പറേഷൻ ചെയ്ത്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്തെങ്കിലും ഹീലിംഗ് ഇല്ല. പഴുപ്പ് തന്നെ കയറി അകത്തോട്ട് പോവുകയാണ്. പിന്നെ ഒന്നുകൂടി ഓപ്പറേഷൻ ചെയ്ത്, അപ്പോൾ പിന്നെ എന്താ പറയുമ്പോൾ ഒറ്റക്കാല് നടപ്പായപ്പോൾ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ മാറ്റിയവർ ഏറ്റവും നല്ല ആശുപത്രിയിലേക്ക് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ഇനി നിങ്ങൾ കറക്റ്റ് മെഡിക്കൽ സയൻസ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഈ കാല് മുറിക്കേണ്ടി വരും, അത്രയും മോശമാണ് ഇതിൻ്റെ പഴുപ്പുള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും ഈ 2 ഓപ്പറേഷൻ നടന്നിട്ടും ഈ വിഷയത്തിൻ്റെ അകത്ത് വീണ്ടും കാര്യങ്ങൾ കൂടുതൽ മോശമാകുന്നത് കണ്ടപ്പോഴേ ഈ മനുഷ്യനെ അവിടെ വെച്ചാണ് കൃപാസനം പത്രം കിട്ടണത്. നിങ്ങൾ കൃപാസനം പത്രം എന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ പറയും, നിങ്ങൾക്കറിയാമല്ലോ, ആദ്യകാലം മുതൽ ദൈവത്തിൻ്റെ ഈ കൈകളിങ്ങനെ നീണ്ടു വരണ കാണുമ്പോൾ പിശാച് പല്ലിളിക്കുമായിരുന്നു ആദ്യം, അല്ലേ? എന്നിട്ട് എന്തുമാത്രം പത്രത്തെക്കുറിച്ച് എന്തുമാത്രം ആക്ഷേപങ്ങളാണ് കേരളത്തിൽ ഇറങ്ങിയത്. അന്ന് 1000 പേരാണ് കൃപാസനം പത്രം
കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് 10,000 പേരാ കൃപാസനം പത്രം കൊടുക്കണത്. എന്താ കാര്യം? അതായത് അനുഭവത്തിൻ്റെ മുമ്പിൽ ആശയങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അത് നിരീശ്വരമായാലും യുക്തിവാദിയുമായാലും. ജനങ്ങൾക്ക് ഉള്ളത് എന്താണ്? ജീവിത പ്രശ്നങ്ങളാണ് ഉള്ളത്. പ്രശ്നങ്ങൾക്ക് യുക്തിവാദങ്ങളൊന്നും പരിഹാരമല്ല, നിരീശ്വരവാദവും പരിഹാരമല്ല. ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഈശ്വരൻ ഉണ്ടായിട്ടും അത് നമ്മളിലേക്ക് ഈശ്വര ചൈതന്യം വരണമെങ്കിൽ എന്ത് വേണം? അത് വിശ്വാസം മാത്രം പോരാ. വിശ്വാസം മാത്രം പോരാ. ചില ആൾക്കാർക്ക് വിശ്വാസം മാത്രം മതിയെന്നുള്ള തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. വിശ്വാസം മാത്രം പോരാ. എന്താ കാര്യം? ഇതിൻ്റെ സമ്പൂർണ്ണമായിട്ട് വിശ്വാസത്തിൻ്റെ സത്യസന്ധത നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാത്ത ഒരു വിഷയത്തിനും നമ്മുടെ കയ്യിൽ നിന്ന് സമയമോ സമ്പത്തോ സൗകര്യമോ സ്വസ്ഥതയോ നഷ്ടപ്പെടാത്ത ഒരു വിശ്വാസം ശരിക്കും പറഞ്ഞ വിശ്വാസം അല്ല, ശരിക്കും ഒരാശയപരമാണ്. വിശ്വാസം എന്ന് പറയുന്നത് തന്നെ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് സ്നേഹമാണ്. ഇപ്പം നിങ്ങൾ ഉടമ്പടി കുറേ വിശ്വാസ പ്രവൃത്തികളൊക്കെ കാണിക്കും. പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോകും, വെളുപ്പിന് എഴുന്നേറ്റ് പൊതിച്ചോറുണ്ടാക്കും, അത് നിങ്ങൾ 10 മണിക്ക് മുമ്പ് ആശുപത്രിയിൽ എത്തിക്കും, എല്ലാവർക്കും വിളമ്പിക്കൊടുക്കും. അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിൻ്റെ അടിയൊഴുക്കുകളിൽ നിങ്ങളുടെ വിസ പ്രോസസ്സ് ചെയ്ത് വരിക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ മനസ്സിരിപ്പ്. അതാണ് ഈ സാധനം. അവിടെ സ്നേഹമായിരിക്കത്തില്ല. ഇത് ഈ പൊതിച്ചോറ് കെട്ടൽ കൊണ്ട് കാര്യമൊന്നുമില്ല. അത് രാഷ്ട്രീയക്കാരും നമ്മുടെ അത് കടം മേടി അവരും അതുപോലെയൊക്കെ പരിപാടി ചെയ്ത് അത് വോട്ടിന് വേണ്ടി ചെയ്യണം, ആളെ പിടിക്കാൻ വേണ്ടി. നിങ്ങളത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS പാസ്സാകാനും അതുപോലെ തന്നെ വസ്തു വിൽക്കാനും വേണ്ടിയാണ് പൊതിച്ചോറ് കെട്ടി പാവത്തിന് കൊടുക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിട്ടല്ല. ശരിക്കും എല്ലാവരും അടിച്ചു മുടക്കി ഇത് പറയുകയല്ല, പക്ഷെ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈസ് ഇറ്റ് ഔട്ട് ഓഫ് പ്യുവർ ലവ്? ഇത് ഞാൻ ചെയ്യുന്നത് ദൈവത്തോടുള്ള നിഷ്കളങ്കമായ സ്നേഹമാണോ അതോ കളങ്കിത സ്നേഹമാണോ? നിങ്ങൾ സ്നേഹം കാണിക്കണമെന്നില്ല എന്നല്ല, എല്ലാവരും സ്നേഹം കാണിക്കുന്നുണ്ട്, ആവശ്യത്തിന് സഹായിക്കുന്നുണ്ട്. പലപ്പോഴും വരുന്നത് കളങ്കിത സ്നേഹമാണ് ഈ കാണിക്കുന്നത്. എന്താ കളങ്കം എന്ന് പറയുന്നത്? നിങ്ങളുടെ ചില വ്യക്തി താല്പര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതാണ് വിഷയം. നമ്മുടെ മകളെ കെട്ടിക്കുക, കെട്ടിച്ച് വിട്ട മകൾക്ക് പിള്ളേരുണ്ടാകുക, വസ്തു വിറ്റ് മാറുക, ഇതെല്ലാം ഇങ്ങനെയുള്ള പേഴ്സണൽ ഇൻറ്റൻഷൻസ് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കളങ്കം കയറി വരും. എന്താണ്? വ്യക്തി താല്പര്യം എന്ന് പറഞ്ഞാൽ കളങ്കം കയറി വരും. അപ്പം ദൈവത്തിൻ്റെ താല്പര്യം അല്ലത്. നിങ്ങളുടെ നിത്യവൃത്തി കഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു അഭ്യാസം പോലെ വരത്തുള്ളൂ. ആത്മാർത്ഥതയില്ലാത്ത വിഷയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മക്കൾ ഇങ്ങനെ ഒരു ട്രാജഡി ഇതിൻ്റെ അകത്തുള്ളത് കാരണം നിങ്ങൾ എന്ത് ചെയ്യണം? അതൊക്കെ ആദ്യ ലെവലിൽ ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. ഞാൻ പണ്ട് നിങ്ങളോട് പറയുമായിരുന്നല്ലോ, ഈ ആദ്യം ഈ പശുവിൻ്റെയും അതുപോലെ തന്നെ ആടിനെയൊക്കെ പ്രസവിച്ച് കഴിഞ്ഞാൽ ആദ്യ പാല് നാട്ടിൻപുറങ്ങളിൽ ഉടനെ കുടിക്കത്തില്ല. അതൊന്നെങ്കിൽ കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കൂ, അല്ലേ? മനുഷ്യന്മാർ കുടിക്കത്തില്ലല്ലോ, അത് ഇല്ല. അതിൻ്റെ അകത്ത് എന്തൊക്കെ കൂടുതൽ ഈ മിനറൽസൊക്കെ ഉള്ളത് കാരണം ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിക്കും അത് കുഴപ്പം ചെയ്യും. അത് കാരണം ഒരു 2-3 ഈ പശുവും ആടൊക്കെ പ്രസവിച്ച 2-3 ദിവസം ഇത് കുട്ടികളെ ഒരാഴ്ച കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കത്തുള്ളൂ പശുവിൻ്റെ. അത് കുട്ടിയെ ഉദ്ദേശിച്ചിട്ടല്ല ചെയ്യണത്. കുട്ടിയും എഴുത്ത് കൊടുത്തൊക്കെ വരണം, പക്ഷെ അതല്ല, ആ പാല് കൊള്ളത്തില്ല, നമുക്ക് മനുഷ്യനെ കൊള്ളത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ അപ്പനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ചില പശുവും ആടൊന്നും കുടിക്കത്തില്ല, എന്നാലും കറന്ന് കൊണ്ടേ കുളത്തിലൊഴിക്കും ഒരാഴ്ച മൊത്തം. അത് നമുക്ക് കുടിക്കാൻ കൊള്ളാത്തതാണ്. ഈ മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവൃത്തികളും ഇതാണ് ഇതുപോലെയാണ്. ആദ്യമൊക്കെ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ പൊതിച്ചോറ് കെട്ടുകയും 10 പൈസ മനുഷ്യന് കൊടുക്കുകയും ചെയ്യണതെങ്കിലും അതിൻ്റെ ഉള്ളിലെല്ലാം ഈ ഇൻറ്റൻഷനുണ്ട്. എന്താണ്? പ്രൊമോഷൻ കിട്ടുക, PR കിട്ടുക ഉള്ള സംഭവം. ഇതൊക്കെ കുളത്തിലൊഴിച്ച് കളയാനേ പറ്റത്തുള്ളൂ, ദൈവം എടുക്കത്തില്ല.
ഈ സൽപ്രവർത്തികളൊന്നും ദൈവം എടുക്കത്തില്ല. അത് കുളത്തിലൊഴിച്ച് കളയാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കാനേ പറ്റത്തുള്ളൂ. ദൈവം എടുക്കുന്ന കാര്യം അതിൻ്റെ അകത്ത് നിൻ്റെ ഇൻറ്റൻഷൻസ് ഒന്നും വേണ്ട, ഇല്ലാതെ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാകുന്ന കളങ്കരഹിതമായ നിഷ്കളങ്കമായ ലക്ഷ്യങ്ങളായിരിക്കണം. ഈ അൾത്താരയിൽ ഞങ്ങൾക്ക് അവസരം ഉണ്ടാക്കി തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എത്ര പറഞ്ഞാലും തീരാത്ത അനുഗ്രഹങ്ങളാണ് ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. ഞങ്ങൾ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് നാലാഞ്ചിറ ഞങ്ങളുടെ ഇടവക പട്ടം സെൻറ്റ് മേരീസാണ്. ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് 2019 19 ഈ ആലപ്പുഴയിൽ നിന്ന് ഒരു ചാച്ചൻ്റെ ഒരു ബന്ധു, ഒരു ചേച്ചി ആലപ്പുഴയിൽ നിന്ന് ഒരു ദിവസം ഞാൻ നേഴ്സാണ്, പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കാണാം ചേച്ചി രാവിലെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞാൻ ചോദിച്ചു, ചേച്ചി എന്ത് പറ്റി രാവിലെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കുറേ പേപ്പറിൻ്റെ കട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, മോളെ ഇത് കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയിലെയാണ്, അവിടുത്തെ ജോസഫ് അച്ഛൻ ഞങ്ങളെ ഓരോ സ്ഥലങ്ങളിലും പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഈ ആലപ്പുഴയിൽ നിന്ന് ചേച്ചിക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലം ട്രിവാൻഡ്രം പാളയം പള്ളി അടുപ്പിച്ചുള്ള ആ ഏരിയയാണ് ചേച്ചിയുടെ ലൊക്കേഷൻ. അങ്ങനെ ചേച്ചി കൃപാസനത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ കേട്ടെങ്കിലും അത്ര എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ ഈശോയോട് ഒത്തിരി കുഞ്ഞുനാൾ മുതലേ അപ്പച്ചനും അമ്മച്ചിയും പഠിപ്പിച്ച് തന്ന രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥനകളൊന്നും മുടക്കുകയോ നല്ല രീതിയിൽ ഈശോ അറിഞ്ഞു തന്നെയാണ് വളർന്നത്. എങ്കിലും ഈ പേപ്പറിൻ്റെയും പിന്നീട് മെഴുകുതിരി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒത്തിരി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യായിരുന്നു. എങ്കിലും ഞാനത് എല്ലാം ക്ഷമയോടുകൂടി കാട്ടി, എന്തായാലും ഈ ചേച്ചി പറയുന്ന ഈശോയുടെ കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. ചേച്ചിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. സന്തോഷത്തോടുകൂടി ചേച്ചിയെ സഹായിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തു. എന്നിട്ട് ചേച്ചി അങ്ങനെ ആ പേപ്പർ എൻ്റെ കയ്യിൽ കുറച്ച് പേപ്പർ തരുകയും ചെയ്തു. ഞാനതെല്ലാം വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഹൃദയത്തിൽ ശരിക്കും സ്പർശിച്ചു. ഈശോയുടെ സ്പർശനമുള്ളൊരു പേപ്പറായിട്ട് തന്നെ അതൊക്കെ തോന്നി. എന്നിട്ട് ഞാൻ വർക്ക് ചെയ്തത് ലാസ്റ്റ് ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് മെൻ്റൽ ഹോസ്പിറ്റലായിരുന്നു. ഞാൻ അവിടുത്തെ ഹെഡ് നഴ്സായിരുന്നു ആ സമയത്ത്. അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോറൻസിക് വാർഡാണ്. അവിടെ എല്ലാം ക്രിമിനൽ പേഷ്യൻ്റ് മാത്രമാണുള്ളത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രമാദമായ പല കേസുകളും അകപ്പെട്ടിട്ടുള്ള ഒത്തിരി പേരുണ്ട് അവിടെ വന്നിട്ട്, ചെറുപ്പക്കാരായ പിള്ളേരുണ്ട്. അപ്പോൾ ആ വാർഡാണ് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ഈ പേപ്പറെല്ലാം അവിടെ കൊണ്ടുവന്ന് എൻ്റെ വാർഡിൽ, അതൊരു ജയിൽ വാർഡാണ്, മതിലൊക്കെ ഒത്തിരി ഹൈറ്റുള്ള വാർഡാണ്. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവന്ന് എൻ്റെ ആ പേഷ്യൻസിന് ശരിക്കും പറഞ്ഞാൽ ആ പേഷ്യൻസ് എല്ലാം ഓരോരുത്തരായിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ഞാൻ വരുമ്പോൾ അവരോട് സംസാരിക്കാനും എൻ്റെ ആദ്യത്തെ ജോലി അതാ. എൻ്റെ പേഷ്യൻസിനോ കഴിഞ്ഞിട്ട് എനിക്ക് എന്തുള്ളൂ. ഞാനപ്പോൾ ഓരോ പേഷ്യൻ്റെയും അടുത്ത് ഞാൻ സെല്ലിൽ ചെന്ന് ഈ പേപ്പർ കൊടുക്കുക, അവരോട് ഈശോയെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ അതായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് 2019 പകുതിയായി. 2020 എൻ്റെ പെൻഷൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ശരിക്കും ഗവൺമെൻറ്റിൽ നിന്ന് ലീവ് എടുത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അതിനുശേഷം എൻ്റെ ലീവ് കഴിയാറായപ്പോഴാണ് ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ വന്നത്. എങ്കിലും ഞാനപ്പോൾ ജൂനിയറായിട്ടാണ് വന്ന് ചേർന്നത്. എങ്കിലും എനിക്കത് ആ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച് പോയാൽ എനിക്ക് ഒട്ടും പറ്റില്ല. എന്ന് വെച്ചാൽ പേഷ്യൻറ്റുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എനിക്ക് അത്ര വലുതായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ സപ്പോർട്ടും തരുന്നത് എൻ്റെ അച്ഛനായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ ഞാനപ്പോൾ ഈശോയോട് ചോദിച്ചു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എന്നിട്ട് 2020 പിന്നെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി 2019 തന്നെ എടുത്തെങ്കിലും 2020 ഞാനും അച്ഛനും എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ അതിൽ എൻ്റെ 6 നിയോഗം ഞാൻ വെച്ചിരുന്നു. അതിൽ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മാതാവേ, മാതാവിന് ഇത് അസാധ്യമായ കാര്യമാണ്, മനുഷ്യരിൽ അസാധ്യമാണ്, പക്ഷെ മാതാവിന് കഴിയുമെങ്കിൽ എനിക്ക് 1 വർഷം ഈശോയോട് പറഞ്ഞിട്ട് എനിക്ക് ഈ മെൻ്റൽ ഹോസ്പിറ്റൽ വിട്ടു പോകാൻ വയ്യ, എൻ്റെ പേഷ്യൻറ്റിനെ ഉപേക്ഷിക്കാൻ വയ്യ. എന്ന് വെച്ചാൽ ഞാൻ പെൻഷൻ ആകുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും ഒത്തിരി സങ്കടമായിരുന്നു. അപ്പം ഞാൻ ഈ മാതാവിനോട് പറഞ്ഞു, 1 വർഷം എങ്ങനെയെങ്കിലും എൻ്റെ മാതാവ് എനിക്കിത് എക്സ്റ്റൻഷൻ വാങ്ങിച്ച് തരണമെന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് അങ്ങനെ ഇരിക്കാൻ നേരത്ത്
ആ സമയത്താണ് പെൻഷൻ്റെ ഡേറ്റ് എടുത്തു. മെയ് 31 എൻ്റെ പെൻഷൻ ഡേ ആണ്. പെൻഷൻ്റെ ഡേറ്റ് 2020. അപ്പോഴത്തേക്കും കാണാം ഒരു ഓർഡർ വന്ന്. അന്ന് കോവിഡിൻ്റെ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ ഇവിടെ. ആ കോവിഡ് വന്നതുകൊണ്ട് 1 വർഷം കൂടെ എനിക്ക് ശരിക്കും എക്സ്റ്റൻഷൻ കിട്ടി. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ഒരു സന്തോഷം നിറഞ്ഞ സമയമായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ ജോലിയിൽ കിട്ടിയ 1 വർഷം കൂടെ എക്സ്റ്റൻഷൻ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അടുത്തത് ഒന്ന് മൂത്ത മകൻ US-ലാണ്. അപ്പോൾ ആ മോൻ്റെ കൂടെ പോകാനായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒത്തിരി റിജക്ഷൻ വരുന്ന സമയമായിരുന്നു. ഞാനും അച്ചാനും കൂടെ ഞങ്ങൾ US വിസയ്ക്ക് കൊടുത്തു. മാതാവിൻ്റെ കൃപയാൽ 10 വർഷത്തേക്കുള്ള വിസ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് അപ്പോൾ ജോലിയിൽ ഇത്രയും അനുഗ്രഹങ്ങൾ ഈശോ തന്നു. 1 വർഷം നീട്ടി കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും US-ൽ പോയി. മൂത്ത മോൻ്റെ കൂടെ പോയി. അവിടെ നിന്ന് അത് കഴിഞ്ഞ് തിരിച്ച് വരാൻ നേരത്തെ വീണ്ടും മാതാവിനോട് ഒന്നും കൂടെ ചോദിച്ചു, എനിക്ക് ഇനി എന്തായിരുന്നാലും ഫ്രീ ആയിട്ട് നിൽക്കാനാവില്ല. എൻ്റെ നഴ്സിംഗ് ഫീൽഡിൻ്റെ ഞാൻ വർക്ക് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തായിരുന്നാലും പേഷ്യൻറ്റിന് വേണ്ടി എനിക്ക് ഒത്തിരി പ്രവർത്തിക്കണം. എൻ്റെ മരണം വരെ അതുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈശോ ഞാൻ ആദ്യം പ്രൈവറ്റിൽ വർക്ക് ചെയ്തത് കിംസ് ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ ഞാൻ വർക്ക് ചെയ്തു. 8 വർഷം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ട്രാവൻകൂർ മെഡിസിറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എനിക്ക് മെഡിസിറ്റി കിംസിൽ നിന്നൊക്കെ വിളി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പിന്നെ തിരഞ്ഞെടുത്ത് എനിക്ക് മെഡിസിറ്റി എൻ്റെ മനസ്സിൽ ശരിക്കും നല്ലൊരു പതിച്ച ഹോസ്പിറ്റലാണ്. കാരണം വെച്ചാൽ അവിടുത്തെ പ്രവർത്തനമൊക്കെ ഒത്തിരി നല്ലതാണ്. പേഷ്യൻറ്റിന് വേണ്ടിയൊക്കെ അവരൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ അവിടെ നിന്ന് ഞാൻ പെൻഷനായെന്ന് അറിഞ്ഞപ്പോൾ എന്നെ വീണ്ടും അവരവിടെ വിളിച്ചു. ഞാനപ്പോൾ അവിടെ വന്ന് നേഴ്സിംഗ് സൂപ്രണ്ടായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അതിന് ശേഷം പിന്നെ വന്നതെന്ന് വെച്ചാൽ 32 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കാറ് കയറത്തില്ല. അന്ന് മെയിൻ റോഡിൻ്റെ തൊട്ടടുത്താണ്. ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. പക്ഷേ എങ്കിലും കാറ് കയറാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇടുന്ന റോഡ് സൈഡിലോ ആരുടെയും വീട്ടിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തടസ്സം വന്നു. അപ്പോൾ ഒത്തിരി വർഷം കൊണ്ട് നടക്കുന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്തെ ഉടമ്പടിയിലെ അടുത്ത നിയോഗം വഴിയെക്കുറിച്ചായിരുന്നു. അമ്മ മാതാവ് ഭയങ്കരമായിട്ട് അത്ഭുതം നടത്തി. ഈശോ കൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചു തന്നു എന്നുള്ളതെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് ഞങ്ങൾ വഴി അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. മുടങ്ങാതെ കേൾക്കുമായിരുന്നു. കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി പറയുണ്ടായി, വർഷങ്ങൾ കഷ്ടപ്പെട്ട് ഒത്തിരി ചേച്ചി സങ്കടപ്പെട്ടാണ് പറഞ്ഞത്. എത്രയോ വർഷം കൊണ്ട് എൻ്റെ വസ്തു വിൽക്കാനായിട്ടിരിക്കുമായിരുന്നു. ആ വസ്തുവിൻ്റെ നടയിൽ, അതായത് അവരുടെ വസ്തുവിൻ്റെ സെൻട്രലായിട്ടൊരു പോസ്റ്റ് കിടപ്പുണ്ട്, ഗവൺമെൻറ് പോസ്റ്റ്. ആ പോസ്റ്റ് മാറാനായിട്ട് സമ്മതിക്കുന്നില്ല. ആ പോസ്റ്റ് ഇളക്കി പൊതുവഴിയിലിടാൻ ജനങ്ങൾ സമ്മതിക്കുന്നില്ല. പക്ഷേ ഈ ചേച്ചി ഒത്തിരി കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പല കേസ് കൊടുത്തിട്ടൊന്നും ശരിയാവുന്നില്ല. കേസ് കൊടുത്തെല്ലാം റെഡിയായി വരുമ്പോഴും നാട്ടുകാരെല്ലാം കൂടെ പോസ്റ്റ് ഇളക്കാൻ നേരത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ ചേച്ചി ഒത്തിരി കഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും പിന്നീട് ഉപ്പും തൈലവും കൊണ്ട് ആ പോസ്റ്റിൻ്റെ ചുറ്റും പ്രാർത്ഥിച്ചതും അതിനുശേഷം ആ ചേച്ചി എന്ത് ചെയ്തു, ഒരു വക്കീലിൻ്റെ അടുത്ത് പോയി കേസ് ഒന്നും കൂടെ കൊടുത്തു. അപ്പോൾ വക്കീൽ പറഞ്ഞു, ഈ കേസ് ഞാൻ എടുക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി പ്രാവശ്യം റിജക്റ്റ് ചെയ്ത കേസാണ്, എനിക്കിത് പറ്റത്തില്ല, ആൾക്കാരെല്ലാം കൂടെ എനിക്ക് പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞതാണ്, മാതാവിൻ്റെ പിന്നീട് നമ്മുടെ ഉടമ്പടി ലോക്കറ്റ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഇത് മാതാവാണ് പറയുന്നത്, നിങ്ങളൊന്ന് ദയവ് ചെയ്ത് സാറേ ഈ കേസ് സാറേ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അയാൾ കുറച്ച് നേരം മിണ്ടാതിരുന്നിട്ട് അയാൾ ആ കേസ് ഏറ്റെടുത്തു. ആ ചേച്ചിയുടെ കേസ് വിജയിച്ചു. എന്നിട്ട് അത്ഭുതമാവണ്ണം ആ ചേച്ചിക്ക് ആ വസ്തു വിൽക്കാൻ പറ്റി. പോസ്റ്റ് മാറ്റി. ആരും അറിയാത്ത രീതിയിൽ തന്നെ അവരത് ഹാൻഡിൽ ചെയ്തു. ആരും അതിനൊരു തടസ്സവും നിന്നില്ല. അപ്പോൾ അതെൻ്റെ മനസ്സിനെ നല്ല സ്ട്രൈക്ക് ചെയ്തു. ആ സമയത്ത് ഞങ്ങളുടെ വഴിക്ക് വേണ്ടി ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുമായിരുന്നു. വഴിയിൽ എല്ലാവരും കൂടെ സഹകരിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എങ്കിലും വഴിയെല്ലാം സാങ്ഷനായെങ്കിലും ഞങ്ങളുടെ നടയിൽ കിടക്കുന്ന പോസ്റ്റ് മാറ്റാനായിട്ട് ഒത്തിരി ഒബ്ജക്ഷൻ വന്നു. അപ്പോഴത്തേക്ക് വീണ്ടും ഞാനും അച്ഛനും അവിടെ ഒരു 4 പോസ്റ്റ് കിടപ്പുണ്ട്. ആ വഴിയിലെല്ലാം 4 പോസ്റ്റുണ്ട്. അപ്പോൾ ആ 4 പോസ്റ്റ് മാറ്റിയാലേ ഞങ്ങളുടെ പോസ്റ്റും അവർ മാറ്റാൻ സമ്മതിക്കുകയുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി ലെറ്ററൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇളക്കാനായിട്ട് ആൾ വന്നു. അന്നപ്പോഴത്തേക്ക് തടസ്സം വന്നു. എല്ലാം ഒരുമിച്ച് മാറ്റാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ ദിവസമാണ് ഞാൻ ഈ ചേച്ചിയുടെ ഈ പ്രസംഗം കേട്ടത്. അപ്പോഴത്തേക്ക് അവരെല്ലാവരും ഇലക്ട്രിസിറ്റി ബോർഡിൽ വന്നവരെല്ലാവരും തിരിച്ചു പോയി കഴിഞ്ഞ് എനിക്ക് ഭയങ്കര നിരാശ തോന്നി. അപ്പോഴത്തേക്ക് ഞാൻ ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒത്തിരി നേരം കരഞ്ഞു, മുട്ടുമേൽ നിന്ന് കരഞ്ഞു. രാത്രിയിലൊക്കെ ഉണർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയെ അറിയുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ മാതാവിനെ ഈശോയെ
നമ്മൾ കൈവിടാതെ പ്രാർത്ഥി, നമ്മൾ ചോദിക്കുന്നതെല്ലാം ഈശോ തരുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ എത്ര വേദനയുണ്ടെങ്കിലും ഈശോയുടെ മുമ്പിലൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഈശോ തരാത്ത അനുഗ്രഹങ്ങളായിട്ട് ഒന്നുമില്ല. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ഓർത്തു, ഞാൻ എന്തിനീ മനുഷ്യരെ ഞങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അന്ന് അച്ഛൻ ഞങ്ങളുടെ റെസിഡൻസിൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി അത്യാവശ്യമായിട്ട് അച്ഛൻ പോയിരിക്കുമായിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഈ ഇവിടെ ഞാൻ കൊണ്ട് ഉപ്പും ഇതും വെതറാൻ പോവുകയാണ്. ഞാൻ എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനൊരു ബൈബിൾ വചനമൊന്ന് ആ പോസ്റ്റിലൊന്ന് എഴുതട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എഴുതിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഉപ്പ് കൊണ്ടുവന്ന് ആ പോസ്റ്റിൻ്റെ ചുറ്റും വെതറി. എന്നിട്ട് 2 മക്കബായർ 8:18 അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ഏറ്റിരിക്കുന്നു, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന കർത്താവായ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ, ആശ എന്നുള്ള അങ്ങനെ ആ വചനം ഞാൻ വായിച്ചിട്ട് ആ പോസ്റ്റിൽ 2 മക്കബായർ 8:18 എഴുതി. എനിക്കറിയത്തില്ല, ഒരു ആഴ്ച പോലും കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് ആ പോസ്റ്റ് ഞങ്ങൾക്ക് അവിടെ നിന്ന് വിടുവിച്ച് തന്നു, ഈശോ വിടുവിച്ച് തന്നു. ഞങ്ങൾക്ക് വഴി തുറന്നു കിട്ടി. 32 വർഷത്തെ തടസ്സം ഈ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു വലിയൊരു അത്ഭുതമാണത്. ശരിക്കും എനിക്ക് അറിയത്തില്ല, ഓരോന്നോരോന്നിനും 100 കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഈശോ തന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രണ്ടാമത് ആഗ്രഹിച്ച ആശുപത്രിയിൽ കൊല്ലത്ത് എനിക്ക് നേഴ്സിംഗ് സൂപ്രണ്ട് പോസ്റ്റ് കിട്ടി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ. അച്ഛന് അപ്പോഴത്തേക്ക് ചെറുതായിട്ട് ക്രിയാറ്റിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി. ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്തു. ഞാൻ അവിടുത്തെ ഹോസ്പിറ്റൽ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ പിന്നെ ക്രിയാറ്റിൻ്റെ പ്രശ്നങ്ങൾ വന്ന് വളരെയധികം മാനസികമായിട്ടങ്ങ് എല്ലാ അനുഗ്രഹങ്ങളും തന്നു കഴിഞ്ഞപ്പോൾ അച്ഛന് വയ്യാതെന്ന് അപ്പോൾ എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ എൻ്റെ ചിറകായിട്ട് നടക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ്. എന്നിട്ട് പിന്നെ അപ്പോൾ ക്രിയാറ്റിൻ കൂടി അവസാനം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്നിട്ട് ഇവിടെ അച്ഛനെ ഒട്ടും വയ്യാതെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛൻ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അതിൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛനോടൊന്ന് സംസാരിക്കണേ, അച്ഛൻ ഈ വാതുറന്നൊന്ന് കാര്യം പറയണേന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അച്ഛൻ പറഞ്ഞെടി എനിക്കൊന്നും പറയാൻ തോന്നില്ല, അച്ഛനോടൊന്നും ചോദിക്കാനെന്ന്. അച്ഛൻ എന്നെ പ്രാർത്ഥിച്ച് വിട്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കൊല്ലത്തച്ഛൻ കടവൂർ അച്ഛൻ അവിടെ ധ്യാനത്തിന് വന്നായിരുന്നു. കടവൂർ ഭയങ്കര റഷായിരുന്നു അവിടെ. ഞാനും അച്ഛനും എൻ്റെ റിലേറ്റീവ് നിർമ്മല രജിച്ചാനും അവിടെ താമസിക്കുന്ന അവർ ഞങ്ങളെ ഇനിഷ്യേറ്റ് ചെയ്ത് അച്ഛനെ കാണാനായിട്ട് അവിടെ കൊണ്ടുപോയി. അന്നത്തെ ദിവസം ഇത്രയും ജനങ്ങൾ നിന്നെടുത്ത് ആകപ്പാടെ അച്ഛനെ കാണാനായിട്ട് പെർമിഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനും അച്ഛനും മാത്രമാണ് ആ കോൺവെൻറ്റിൻ്റെ അവിടെ കയറാനും. അച്ഛൻ ബ്ലെസ് ചെയ്ത തിരക്കിൻ്റെ ഇടയിൽ അച്ഛൻ ആ കോൺവെൻറ്റിൽ വെച്ച് പറഞ്ഞു, അച്ഛന് സർജറി ചെയ്യണ്ടെന്ന് പറഞ്ഞു, ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷം. ഞാൻ വിചാരിച്ചു ട്രാൻസ്പ്ലാന്റ്, അച്ഛൻ പറഞ്ഞല്ലോ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത്, അത് ശരിക്കും ശരിയായിരിക്കും. ആക്ച്വലി എനിക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ഈ കണ്ടീഷനിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ഉള്ളിൽ ആഗ്രഹം, ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ട് നമ്മളിപ്പം മെഡിക്കൽ പരമായിട്ടുള്ളവർ എപ്പോഴും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ഞാൻ അത് ചിന്തിച്ചു അങ്ങ് നടന്നു. അച്ഛനും ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരേ തീരുമാനമായിരുന്നു. അച്ഛനും ആഗ്രഹമായിരുന്നു, അച്ഛൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ എന്തായിരുന്നാലും പൈസയൊക്കെ റെഡിയാക്കി, ഡോണറെയൊക്കെ കണ്ടു, എല്ലാം റെഡിയായി. കുറേ പൈസ 3 പേര് ഞങ്ങൾ കണ്ടു. 3 പേർക്കായിട്ട് പല പ്രാവശ്യമായിട്ട് പൈസയൊക്കെ ഒത്തിരി കൊടുക്കേണ്ടി വന്നു. അതെല്ലാം പോട്ടെ, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് മക്കളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, എല്ലാവരുടെയും ബന്ധുക്കാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഈ മെഡിസിറ്റി അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡോണേഴ്സ് എന്ന് പറയുന്നത് റിലേറ്റീവ്സിനെ മാത്രമേ, ക്ലോസ് റിലേറ്റീവ്സിനെ മാത്രമേ ഇതിനെടുക്കാറുള്ളൂ. എന്നിട്ട് ഞങ്ങൾ പിന്നീട് മാർസിൽ പോയി, അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഞങ്ങളുടെ ക്രോസ് മാച്ചിങ് എല്ലാം കഴിഞ്ഞു. ഈ അനസ്തീഷ്യ പ്രീ ചെക്കപ്പിൻ്റെ വന്ന സമയത്ത് അച്ഛന് നോക്കിയപ്പോൾ കാണാം കാർഡിയക് ബ്ലോക്ക്, 3 ബ്ലോക്കുണ്ട്. അപ്പോൾ പിന്നെ ആകപ്പാടെ തകർന്ന വീണ്ടും പഴയ അവസ്ഥയിലോട്ട് പോയി, സങ്കടമായി. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് 3 ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് 2 പിന്നീട് സ്റ്റെൻറ്റ് വിട്ട് ഒരു ഫോബോയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 വർഷം കഴിഞ്ഞിട്ട് ഇനി സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ
അച്ഛൻ്റെ വാക്കെന്ന് പറയുന്നത്, അച്ഛൻ പറയുന്നത് വെറുതെയല്ല ജോസഫ് അച്ഛൻ പറയുന്നത്. അച്ഛൻ ചെയ്യണ്ടെന്ന് പറഞ്ഞത് ഈ കാര്യങ്ങൾ അച്ഛന് ഈശോ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അത് തന്നെ. ആ വാക്ക് നമ്മൾ പാലിക്കാതെ, അമ്മയും ഈശോയും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ജോസഫ് അച്ഛൻ പറയുന്നത്. അതിൻ്റെ ഒരു വള്ളി ഇടപോലും തെറ്റിപ്പോവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ അത് എന്നിട്ട് ഞങ്ങൾ വീണ്ടും അങ്ങനെ പറഞ്ഞിട്ടും അച്ഛൻ പറഞ്ഞിട്ടും വീണ്ടും അതിലോട്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും മൈൻഡ് മാറി. വീണ്ടും ഞങ്ങൾ സർജറിക്ക് വേണ്ടി ആളെ തിരക്കിക്കൊണ്ട് നടന്നു കഴിഞ്ഞ് പിന്നെയും ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ആളെ കിട്ടി. അത് കഴിഞ്ഞ് ഈ 1 വർഷം കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആളെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ, ഈ കഴിഞ്ഞ 2 മാസത്തിന് ഒക്ടോബറിലായപ്പോൾ അച്ഛൻ ഭയങ്കരമായിട്ട് അങ്ങ് സിക്കായെന്ന് വെച്ചാൽ നിപ്പിന് ഫുള്ളും അങ്ങ് ഇതായി, ക്രിയാറ്റിനൊക്കെ കൂടി ഒരു സ്റ്റെപ്പ് പോലും എടുക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയി. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴീ ട്രാൻസ്പ്ലാന്റ് എല്ലാം വർക്ക് നടക്കുവാണ്. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ കാണാം വീണ്ടും അടുത്ത ഒക്ടോബറിൽ വീണ്ടും ചെക്കപ്പ് ചെയ്തപ്പം കാർഡിയാക് ബ്ലോക്ക്. അന്നൊരു 50% ബ്ലോക്ക് ഉണ്ടായിരുന്നത്. അന്ന് 50% ഉള്ളതുകൊണ്ട് അത് ചെയ്തില്ല. ലെഫ്റ്റ് മെയിനായിട്ടുള്ളതാണ്, അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നെ രണ്ടാമതത് പിന്നെ ഒക്ടോബറിൽ പിന്നെയും നമ്മൾ 2 ബ്ലോക്ക് ചെയ്തല്ലോ വെച്ചാൽ 2 ബ്ലോക്ക് പിന്നെ ഉണ്ടായിരുന്നു. ആ 2 ബ്ലോക്കും കൂടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അത് കഴിഞ്ഞ് ബെറ്ററായി. പിന്നെ അച്ഛനും അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ദൈവമേ ക്ഷമയൊക്കെ ചോദിച്ചു. അച്ഛൻ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഈ നിമിഷവും പറയുന്നു, എന്ത് വന്നാലും ഇനി കുഴപ്പമില്ല, ഈശോ തരുന്നതെല്ലാം സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ 2 പേരും തയ്യാറാണ്. അത് കഴിഞ്ഞിട്ട് നവംബറിലായപ്പോൾ ഈ 1 വർഷക്കാലം ഞങ്ങൾക്ക് ഈ മണ്ണിൽ കാലുകുത്താൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഈ രോഗത്തിൻ്റെ അതിൻ്റെ പുറകെ നടക്കുവാണല്ലോ. അപ്പോൾ ഈ നവംബറിലായപ്പം വീണ്ടും വയ്യാതെ വന്ന് പിന്നെ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. പിന്നെ 2 ചെയ്യേണ്ടി വന്നു. 2 അങ്ങനെ ഇപ്പം 3 പ്രാവശ്യമായിട്ട് ഒരു 6 ബ്ലോക്കോളം ചെയ്യേണ്ടി വന്നു. എന്നാലും ഇത്രയും ആരോഗ്യത്തോടു കൂടി ഈശോ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. നമ്മൾ ശരിക്കും ബൈബിളിൽ വൈദ്യനും രോഗശാന്തി എന്ന് പറഞ്ഞൊരു ബൈബിൾ ഭാഗമുണ്ട്. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, വൈദ്യന്മാരെ നമ്മൾ നിന്ദിക്കരുത്, അവർ നമ്മുടെ പ്രതിപുരുഷന്മാരായിട്ടാണ്. വൈദ്യന്മാരെ ഈശോ സൃഷ്ടിച്ചതാണ്. അല്ല, വൈദിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈശോ സൃഷ്ടിച്ച് തന്നെ. ഈശോയ്ക്ക് എല്ലാവരുടെ നേരിട്ട് വന്ന് ഇറങ്ങി ഒന്നും സംസാരിക്കാനായിട്ട് എപ്പോഴും പറ്റില്ല. അല്ലാതെ നമ്മളോട് സംസാരിക്കും, പക്ഷെ പ്രവർത്തിക്കാൻ ഈശോയുടെ മക്കളാണ് അവരൊക്കെ, ഡോക്ടേഴ്സും ആ വൈദ്യന്മാരും ആ സമൂഹവും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പോൾ അവർ പറയുന്നത് നമ്മൾ അനുസരിക്കാതിരിക്കരുതെന്ന് നിയമമുണ്ട്, ബൈബിളിൽ പ്രത്യേകമുണ്ട്. അതനുസരിച്ചു. പക്ഷേ ഞങ്ങളിപ്പോൾ പൂർണ്ണമായിട്ട് ഈശോയിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇത് വിടുതൽ തരട്ടെ എന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് ഈശോയുടെ പ്രവർത്തനം ഒത്തിരി നടന്നിട്ടുണ്ട്. പിന്നെ ഈ പ്രാർത്ഥിച്ച് ഈ എൻ്റെ മൂത്ത മോന് 3 മക്കളാണുള്ളത്. 2ാമത്തെ മകൻ്റെ പ്രഗ്നൻസിയിൽ ആ സമയത്ത് വിളിച്ച് മോന് ഡോക്ടർ പറഞ്ഞു ഇത് കണ്ടിന്യൂ ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡെലിവറി കണ്ടിന്യൂ ചെയ്യേണ്ട, കൊച്ചിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും, അതുകൊണ്ട് ഡൗൺ സിൻഡ്രോം പോലത്തെ എന്താ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിള്ളേർ നല്ല സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഇല്ല എന്തായിരുന്നു ഞങ്ങളിത് അബോർട്ട് ചെയ്യത്തില്ല, ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. ഈശോ അത്ഭുതം അത് നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡെലിവറി സമയത്താണ് ഞങ്ങൾക്ക് 10 വർഷത്തെ വിസ കിട്ടി ഞങ്ങൾ അവിടെ പോയത്. പൂർണ്ണ സൗഖ്യത്തോടു നല്ലൊരു കുഞ്ഞിനെ പ്രസവിച്ചു. ഇപ്പോൾ അവന് 6-7 വയസ്സായി. അതിന് അമ്മ മാതാവിന് 100,000 നന്ദി പറഞ്ഞു. പിന്നെ ഒരു കാര്യം നടന്നതെന്ന് വെച്ചാൽ ഈ 3ാമത്തെ ഇതുപോലെ ഞങ്ങൾ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുക, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു. ഒരു ദിവസം പോലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കില്ല. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാതാവിൻ്റെ പ്രാർത്ഥന തുടങ്ങിയ സമയത്ത് മുട്ടുമേൽ നിൽക്കാനെടുത്ത് കാണാം നല്ലവണ്ണം ഈശോ അത്ഭുതമാവണ്ണം മാതാവിനെ കാണിച്ചു. മാതാവ് ഒരു ഉണ്ണീശയെന്ന് വെച്ചാൽ യേശു അല്ല, ഒരു പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഞാൻ നല്ലവണ്ണം കാണാൻ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നല്ലവണ്ണം നമുക്ക് കാണാൻ, എനിക്ക് നല്ലവണ്ണം ഞാനത് അനുഭവിച്ചു. അച്ഛനും ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് എനിക്കൊരു കോള് വന്നു, എൻ്റെ മരുമകളുടെ കോളായിരുന്നു US നിന്ന്. അവൾ വിളിച്ചപ്പോൾ ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടും പറഞ്ഞു എനിക്ക് ഈ കാര്യം ഈ മാതാവ് ഈ ഉണ്ണീശയെ കാണിച്ചു തന്നത് ആരായിരിക്കും. അപ്പോഴാണ് ഈ കോള് വന്നപ്പോൾ
ഞാൻ ഉടനെ അവളോട് ചോദിച്ചു, മോളെ നീ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ഞെട്ടിയതുപോലെ അവൾ പറഞ്ഞു, അമ്മേ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. ഞാൻ ഇത് പറയാൻ അമ്മേ ഞാൻ ഇപ്പോൾ വിളിച്ചു തന്നെ, റിസൾട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ, പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് ഡെലിവറി സമയത്ത് ഞങ്ങളവിടെ പോയിരുന്നു. ഒരു മോളെ തന്നെ മാതാവ് കൊടുത്തു. അവൾക്ക് ഞങ്ങൾ ആവാ മരിയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈശോ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്നുകൊണ്ട് എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഞാൻ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഞാനൊരു ഒരു സംഘടനയിൽ, ഒരു സോഷ്യൽ സംഘടനയിൽ പ്രത്യേകം വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെയുള്ളവർക്കും ഞാൻ ആരെ കണ്ടാലും എൻ്റെ കയ്യിൽ എന്തുണ്ടോ അപ്പോൾ ഈശോ പറയും നീ കൊടുക്കേണ്ട ആളെന്ന് എന്നെ ചൂണ്ടി കാണിച്ചു തരും. അപ്പോൾ ഞാൻ അച്ഛനറിയാം എൻ്റെ കയ്യിലിരുന്നാൽ ഒന്നും ഇരിക്കത്തില്ല, ഞാനത് ആരെ കാണുന്നോ അവർക്ക് ഞാനത് കൊടുത്തിരിക്കും. ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം. ഞാൻ അതുകൊണ്ട് പൈസയൊന്നും കംപ്ലീറ്റ് ഇങ്ങനെ ഞാൻ ഒന്നും വാങ്ങിക്കരുത്, എല്ലാം എൻ്റെ അച്ഛൻ്റെ മുഖേനല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. പിന്നെ അതങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുത്തെ പേപ്പർ വാങ്ങിച്ച് ആ പേപ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ തൈലവും ഇപ്പം 3 ഡയാലിസിസ് വിധമാണ് ചെയ്യുന്നത്. ആ ഡയാലിസിന് പോകാൻ നേരത്ത് എല്ലാ ദിവസവും രാവിലെ ശുദ്ധ തൈലം തേച്ചിട്ടാണ് അച്ഛനെ വിടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡയാലിസിന് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. പിന്നെ ആത്മീയ ജീവിതം എന്ന് വെച്ചാൽ പ്രാർത്ഥനയൊന്നും മുടങ്ങാറില്ല. ഞങ്ങൾ പള്ളിയിൽ ഡെയിലി കുർബാന കണ്ടുകൊണ്ടിരുന്നതാണ്. ഈ കൊല്ലത്ത് വന്നതിന് ശേഷം അതിനുള്ള തടസ്സങ്ങളുണ്ട്. അച്ഛന് വയ്യാതായതുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഞങ്ങൾ ഇത് കാണുന്നുണ്ട്, കുർബാന കാണുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേക സന്തോഷം, ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, 38 വർഷം തികയുന്നു. അപ്പോൾ ഈശോയ്ക്ക് ഒത്തിരി നന്ദി. ആദ്യമായിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് കയറാൻ ഇവിടെ കഴിഞ്ഞതിന് അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു.